ഹരി ഓം. ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈഃ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതീ വിരുരുജേ കില വർഷവേല. പദച്ഛേദം നോക്കാം. ആനന്ദരൂപ സംബോധനം, ഭഗവൻ ഐ ഒക്കെ സംബോധനം. തേ അവതാരേ, തേ അവതാരേ, ആ അവതാരേ എന്നുള്ളതിന് ആ പ്രശ്ലേഷ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. ആനന്ദരൂപ ഭഗവന്നൈ ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവത് അംഗ നിരീയമാണൈഃ പ്രാപ്തേ പ്രദീപ്ത ഭവതംഗ നിരീയമാണൈഃ കാന്തി വ്രജൈഃ ഇവ കാന്തിവ്രജൈരിവ ഘനാഘന മണ്ഡലൈഃ ദ്യാം മണ്ഡലൈഃ ദ്യാം കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതീ വിരുരുചേ കില വർഷവേല. ആനന്ദരൂപ ഭഗവന്നൈ ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈഃ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതീ വിരുരുചേ കില വർഷവേല. ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ശ്ലോകം 1 അന്വയവും അർത്ഥവും നോക്കാം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധം 3-ാം അധ്യായത്തിൽ 49 ശ്ലോകം കൊണ്ട് വിവരിച്ച ആ കഥാഭാഗമാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്നത്. ഈ ശ്രീകൃഷ്ണൻ്റെ അവതാര സമയം അടുത്തപ്പോൾ ആ വർഷക്കാലവും വന്നു ചേർന്നു എന്നാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അന്വയം. അയി ആനന്ദരൂപ ഭഗവൻ തേ അവതാരേ പ്രാപ്തേ സതി പ്രദീപ്ത ഭവദംഗ നിരീയമാണൈഃ കാന്തിവ്രജൈഃ ഇവ ഘനാഘനമണ്ഡലൈഃ ദ്യാം ആവൃണ്വതീ വർഷവേല വിരുരുചേ കില. അയി ആനന്ദരൂപ, അയി ആനന്ദരൂപ, അല്ലയോ ആനന്ദമൂർത്തിയായ ഭഗവൻ, അല്ലയോ ഗുരുവായൂരപ്പ. തേ അവതാരേ പ്രാപ്തേ സതി, നിന്തിരുവടിയുടെ അവതാരകാലമടുത്തപ്പോൾ പ്രദീപ്ത ഭവതംഗ നിരീയമാണൈഃ കാന്തിവ്രജൈഃ ഇവ പ്രദീപ്ത ഭവതംഗ, ഉജ്ജ്വലിക്കുന്ന തിരുമയിൽ നിന്നും പുറത്തേക്ക് പരക്കുന്ന തേജസ്സോ എന്നു തോന്നുമാറുള്ള ഘനാഘനമണ്ഡലൈഃ ദ്യാം ആവൃണ്വതീ വർഷവേല വിരുരുചേ കില. ഘനാഘനമണ്ഡലൈഃ, കനത്ത കാർമേഘങ്ങളെ കൊണ്ട് ദ്യാം ആവൃണ്വതീ വർഷവേല, ആകാശമാർഗം ആവരണം ചെയ്തുകൊണ്ട് വർഷക്കാലം വിരുരുചേ കില, വിളങ്ങിയത്രേ. അല്ലയോ ആനന്ദമൂർത്തിയായ ഗുരുവായൂരപ്പ, നിന്തിരുവടിയുടെ അവതാരകാലമടുത്തപ്പോൾ ആ ഉജ്ജ്വലിക്കുന്ന തിരുമയിൽ നിന്ന് പുറത്തേക്ക് പരക്കുന്ന തേജസ്സോ എന്ന് തോന്നുമാറുള്ള കനത്ത കാർമേഘങ്ങളെ കൊണ്ട് ആകാശമാർഗം ആവരണം ചെയ്തുകൊണ്ട് വർഷക്കാലം വിളങ്ങിയത്രേ. എന്തോന്നാണ് ഉജ്ജ്വലിക്കുന്ന തിരുമയിൽ? അപ്പോൾ ഭഗവാന്റെ നിറം എന്താണ്? കാർമേഘത്തിൻ്റെ നിറമാണ്. അപ്പോൾ ആ ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പ് ആ ഭഗവാന്റെ ആ തിരുമയിൽ നിന്ന് വരുന്ന ആ കാർമേഘത്തിൻ്റെ നിറം അതിങ്ങനെ പുറത്തേക്ക് ആ പരക്കുന്ന ആ തേജസ് കൊണ്ടാണോ ഈ കറുത്ത കാർമേഘങ്ങൾ
ആകാശം മുഴുവൻ ആവരണം ചെയ്യുന്നത് എന്ന് ആ ഭഗവാന്റെ നിറമാണോ ഈ കാർമേഘമായിട്ട് ആകാശം മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുമാറാണ് ആകാശം അത്ര കനത്ത കാർമേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നുവെച്ചാൽ ആ ഭഗവാന്റെ തിരുമയിൽ നിന്നും ആ ഉജ്ജ്വലിക്കുന്ന നിറമാണ് കാർമേഘങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളൊരു ധ്വനി. അല്ലയോ ഭഗവാനെ, ആനന്ദസ്വരൂപ, അങ്ങയുടെ അവതാര സമയമടുത്തപ്പോൾ ഭഗവാന്റെ ദിവ്യമംഗള വിഗ്രഹത്തിൽ നിന്നും പ്രസരിക്കുന്ന ആ ശ്യാമള കാന്തി സമൂഹങ്ങളാൽ വർഷകാലം ആകാശത്തെ ആവരണം ചെയ്യുന്നതായി ശോഭിച്ചു. ഇത് കണ്ടാൽ അങ്ങയുടെ വരവിൻ്റെ മുന്നോടിയാണോ എന്ന് തോന്നും എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതി വിരുരുജേ കില വർഷവേല.